ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ ഒരു മത്സരം മാത്രമാണ് ടീം ഇന്ത്യ കളിക്കുന്നത്. എതിരാളികൾ ബംഗ്ലാദേശാണ്. നവംബർ 18-ാം തീയതിയാണ് ഈ ഒരു യോഗ്യതാ മത്സരം നടക്കുക. ഈ മത്സരത്തിന് വേണ്ടിയുള്ള സ്ക്വാഡ് ഇപ്പോൾ ഇന്ത്യയുടെ പരിശീലകനായ ഖാലിദ് ജമീൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 23 താരങ്ങളാണ് ഈ സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ബികാഷ് യുംനം ഇടം നേടിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ബികാഷ് മാത്രമാണ് ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ അണ്ടർ 23 ടീമിൽ ഒരുപാട് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഇടം കണ്ടെത്തിയിരുന്നു. സീനിയർ ടീമിൽ ബികാഷ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എടുത്തു പറയേണ്ട കാര്യം, മോഹൻ ബഗാനിൽ നിന്നും ഒരൊറ്റ താരത്തിന് പോലും ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, സാധാരണ രൂപത്തിൽ ലിസ്റ്റൺ കൊളാസോ അതുപോലെ തന്നെ സഹൽ എന്നിവരൊക്കെ ഇടം കണ്ടെത്താറുണ്ട്. കൂടാതെ അവരുടെ സൂപ്പർ താരമായ സുഹൈൽ ഭട്ട് ഇടം നേടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മോഹൻ ബഗാനോട് ഖാലിദ് ജമീൽ മുഖം തിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്ത്യയുടെ സ്ക്വാഡ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഗോൾ കീപ്പർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സന്ധു ആണ് ഒരാൾ. അതുപോലെ തന്നെ ഹൃത്തിക് തിവാരിയും സാഹിലും വരുന്നുണ്ട്. ഇനി പ്രതിരോധ നിര താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആകാശ് മിശ്ര, അൻവർ അലി, ബികാഷ് യുംനം, അതുപോലെ തന്നെ റാൾട്ടെ, മുഹമ്മദ് ഉവൈസ്, പ്രംവീർ, രാഹുൽ ബേക്കെ, സന്ദേശ് ജിങ്കൻ എന്നിവരാണ് വരുന്നത്. ഇനി മധ്യനിര താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആഷിഖ് കുരുണിയൻ, ബ്രൈസൺ ഫെർണാണ്ടസ്, ഫനായി, അതുപോലെ തന്നെ മക്കാർട്ടൻ, ലൂയിസ് നിക്സൺ, മഹേഷ് സിംഗ് നവോറം, നിഖിൽ പ്രഭു, സുരേഷ് സിംഗ് വാങ്ജം എന്നിവരാണ് വരുന്നത്. ഇനി മുന്നേറ്റ നിര താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇർഫാൻ യദ്വേദ്, അതുപോലെ തന്നെ ലാലിയൻ ജുവാല ചാങ്തെ, മുഹമ്മദ് സനാന്, റഹീം അലി, വിക്രം പ്രതാപ് സിംഗ് എന്നിവരാണ് വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ബികാഷ് മാത്രമാണ് ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. മോഹൻ ബഗാനിൽ നിന്നും ഒരൊറ്റ താരത്തിന് പോലും ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.